ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാത്രി ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അവിടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാത്രി ആരാധനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ നിമിഷങ്ങളിൽ കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ പുസ്തകം 16:12 പറയുന്നു, മരുന്നോ ലേവ ഔഷധമല രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനമാണെന്ന് അരുളി ചെയ്ത കർത്താവെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ ശ്രമിക്കുന്നവരുടെ ആ പ്രാർത്ഥനയിലൂടെ കർത്താവെ ആശുപത്രിയിൽ കഴിയുന്നവർ സൗഖ്യപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ആരാധന പൂർണ്ണമായിട്ടും കർത്താവ് ഓരോ കുടുംബത്തിൽ വസിക്കുന്നവർ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും കർത്താവെ, ഇപ്പോൾ നടക്കുന്ന എല്ലാ ധ്യാനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ പിതാക്കന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ പുരോഹിതന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവെ അപ്പസ്തോല പ്രവർത്തനം 16:25 തീലാശും വിലാശും ആരാധിച്ചപ്പോ തടവറ കുലുക്കി കാരാഗ്രഹവാതിൽ തുറക്കപ്പെട്ടതുപോലെ, ചങ്ങലകൾ അഴിയപ്പെട്ടതുപോലെ കർത്താവെ, രോഗത്തിന്റെ ചങ്ങൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവെ, രോഗത്തിന്റെ ചങ്ങൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി സമൂഹത്തിലേക്ക് വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അഭിഷേകത്തോടെ കാരാഗ്രഹത്തിൽ ശ്രീകന്മാര് സ്തുതിച്ചതുപോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർക്ക് ഉദരഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവർക്ക് ഉദരഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസ തടസ്സമുള്ളവർക്ക് തടസ്സം മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വിസ തടസ്സം മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, IELTS എഴുതിയിട്ട് പാസ്സാക്കാൻ പറ്റാത്തവര് കർത്താവ് 8-10 പ്രാവശ്യം IELTS എഴുതിയിട്ടുള്ളവര് കർത്താവെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവെ, ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോ അവിടെ തടസ്സം മാറ്റി കൊടുത്തുകൊണ്ട് കർത്താവെ, IELTS പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ച് അതരം തുറന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവ് വർഷിക്കപ്പെടട്ടെ. യേശുവേ എന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മളിലേക്ക് കടന്നു വരട്ടെ. യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ മക്കളെ. ഓരോ മക്കളുടെയും ഹൃദയം യേശുവിന്റെ ശക്തിയാ നിറയട്ടെ. അപ്പസ്തോല പ്രവർത്തനം 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നാണ് ചെയ്ത കർത്താവ്. ഇതാ ഓരോ മക്കളുടെ മേലും ശകിയോൻ ഊട്ടുശാലയിൽ അഗ്നിയുടെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ സർവ്വ മക്കളുടെ മേലും ഇപ്പോൾ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനോട് ചേർന്ന് നമുക്ക് കരങ്ങൾ അടിച്ചു പാടാം, കരങ്ങൾ അടിച്ചു പാടാം. നമുക്ക് ആരാധിക്കാൻ എനിക്ക് കാരണമുണ്ട്, എനിക്ക് ഭവനമില്ലാത്തവനാണ്. ഇതാ ആരാധിക്കാൻ എനിക്ക് കാരണമുണ്ട്, എനിക്ക് ഭവനമില്ലാത്തവനാണ്. കരങ്ങളടിച്ച് കാലുകളൊക്കെ ഒന്ന് ചലിപ്പിച്ച് ഈശോയോട് ചേർന്ന് നമുക്ക് പാടാം. ആരാധിക്കാൻ എനിക്ക് കാരണമുണ്ട്, കാരണം എനിക്ക് ഭവനമില്ല, എനിക്ക് മക്കളില്ലാത്ത അവസ്ഥ, കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, എല്ലാം ഈശോയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിയടിച്ച് നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.
കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, എന്നെ കാൽ വഴുതുവന്നിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവന്നിട വന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 പൂർണ്ണമായി നമുക്ക് ആരാധിക്കുവാനായിട്ട് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗത്തെ എല്ലാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, 107 സങ്കീർത്തനം 7 തിരുവചനം പറയുന്നു, കിഴക്കുനിന്നും പടിഞ്ഞാറ് നിങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടും. പല ഭവനങ്ങളിലായിരുന്ന, പല നിയോഗമായിട്ട്, പലവിധ രോഗങ്ങളാൽ, പല വിധത്തിൽ അസ്വസ്ഥ അനുഭവപ്പെടുന്നവർ, പല സ്വഭാവമുള്ളവർ, പല ഭവനങ്ങളുള്ളവർ, പല ദേശത്തുള്ളവർ ഇന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുവാൻ ഞങ്ങളെ അറിയാവുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നിയോഗങ്ങൾ അറിയാവുന്ന സ്വർഗീയ പിതാവേ, 139 സങ്കീർത്തനത്തിലൂടെ കർത്താവിൻ്റെ വചനം പറയുന്നു, നിന്റെ ഹൃദയത്തെ ഞാൻ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. നീ സംസാരിച്ച് നിന്റെ സംസാരം നാവിൻ്റെ തുമ്പിലൂടെ പുറത്തു വരുന്നതിന് മുമ്പ് അത് ഞാൻ അറിയുന്നു. ആ അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നിന്റെ നിയോഗം നീ പറയണ്ട. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കും പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന കർത്താവ്, നീ രോഗിയാണെന്ന് കാണുന്ന കർത്താവ്, നീ ഭവനമില്ലാത്തവനാണെന്ന് കാണുന്ന കർത്താവ്, നീ പൂർണ്ണമായിട്ടും സങ്കടാവസ്ഥയിലാണെന്ന് അറിയുന്ന കർത്താവ്, ഇതാ സമാധാനം നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങൾ, കുടുംബബന്ധം തകർന്നു പോയിരിക്കുന്ന കുടുംബങ്ങൾ, ഇതാ വിവാഹബന്ധം വേർപെട്ട് കിടക്കുന്നവർ ഈ രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഹൃദയം പരിശോധിക്കുന്ന സ്വർഗീയ പിതാവ്, ആ സ്വർഗീയ പിതാവ് നമ്മുടെ മധ്യേ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, 37 വർഷങ്ങൾക്ക് മുമ്പ് തളർവാദ രോഗിയുടെ ആ അവസ്ഥ കണ്ടുകൊണ്ട് കർത്താവ് അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ ഹൃദയം പരിശോധിച്ചിട്ട് കർത്താവ് ചോദിച്ചു, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളോടും കർത്താവ് ചോദിക്കും, നിന്റെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞിട്ട്, നിനക്ക് ഭവനമില്ലാത്തവനാണ്, നിനക്ക് ഭവനം വേണ്ടെന്ന് കർത്താവ് ചോദിക്കും. നീ മക്കളില്ലാത്തവനാണെങ്കിൽ കൃത്യമായിട്ടും കർത്താവ് ചോദിക്കും, നിനക്ക് ഉദരഫലത്തിന് ആവശ്യമില്ലേ? അതുപോലെ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന കർത്താവ് ആത്മാർത്ഥതയോടുകൂടി കർത്താവിനെ ഈ രാത്രിയുടെ യാമങ്ങളിൽ വിശ്വാസത്തോടുകൂടി ആരാധിച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന കർത്താവ് ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകുന്ന ദിവസമാണ്. ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ നടത്തിത്തരുന്ന ദിവസമാണ്. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം? അബ്രാഹാമത്തോട് നിനക്ക് കുട്ടിയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പ്രായം നോക്കാതെ ദൈവത്തെ വിശ്വസിച്ചു. നോഹയോട് പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ ഒച്ച മാത്രം കേട്ടു, ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാലും പെട്ടകം പണിയാൻ ഇറങ്ങിത്തിരിച്ചു. ഇതാണ് വിശ്വാസം. അതുപോലെ ഈ രാത്രിയുടെ യാമങ്ങളിൽ വിശ്വസിക്കാമോ എന്ന്? ഒച്ച കേട്ടപ്പോ പെട്ടകം ഉണ്ടാക്കാൻ ഇറങ്ങിപ്പോയ ആ നോഹയെ പോലെ ദൈവം പറയാ, നിന്റെ ഹൃദയത്തെ പരിശോധിക്കുക. നിന്റെ ഹൃദയം ദൈവത്തിന് കടന്നു വരാൻ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന നിമിഷമാണോ? ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം നിന്റെ ഹൃദയം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഈ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചിട്ട് ആ ഹൃദയം ദൈവത്തിന് കടന്നു വരാൻ തക്കവണ്ണം ഉള്ള മേഖലയാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധിയുടെ പ്രതീകമാണെങ്കിൽ ദൈവം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും ഈ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഈശോയോട് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, രോഗാവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ അവസ്ഥകളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ഭവനമില്ലാത്ത അവസ്ഥ, രോഗാവസ്ഥ, വിദ്യാഭ്യാസം, പഠിക്കുന്ന കുട്ടികൾ, പ്രതീക്ഷിക്കുന്നത്രയും പഠിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ, ബുദ്ധിയുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നില്ല, പലവിധ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കടന്നു പോകുന്നു.
അതാ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നത്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടാകുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ആ കുട്ടികൾ പല വിധത്തിൽ ലോകത്തിൻ്റെതായ സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. പ്രിയ മാതാപിതാക്കളെ, ഈ നിമിഷങ്ങളിലെ പുതിയ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഈ രാത്രിയുടെ യാമങ്ങൾ. തൻ്റെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, വഴിവിടച്ചു പോകാതെ ദൈവത്തെ അറിഞ്ഞ് ദൈവവിശ്വാസത്തിൽ വളരുവാൻ തക്കവണ്ണം വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കണം, കർത്താവിന് നന്ദി പറയണം, കർത്താവിനെ ഒന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ സമ്പത്തിനെ കാത്തു പരിപാലിക്കുന്ന കർത്താവ് സമ്പത്ത് നൽകിയത് കർത്താവാണ്. എനിക്കൊരു നല്ല ജീവിത പങ്കാളിയെ തന്നത് കർത്താവാണ്. എനിക്കൊരു വാഹനം തന്നത് കർത്താവാണ്. എനിക്ക് നല്ലൊരു ഭവനം തന്നത് കർത്താവാണ്. എല്ലാം തന്നത് കർത്താവാണ്. അതുകൊണ്ട് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവം തന്നുവെല്ലാം. കരങ്ങൾ അടിച്ച് പാടണം, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്. എല്ലാം ദൈവം തന്നതല്ലാതെ ഈ ലോകത്തിൽ നമുക്ക് എന്താ ഉള്ളത്? ഭവനം തന്നു, ജീവിത പങ്കാളിയെ തന്നു, മക്കളെ തന്നു, എല്ലാം ദൈവം തന്നു. ദൈവം തല്ലാതല്ലാത്ത ഒന്നും തന്നെ നമുക്കില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് ആടിപ്പാടി കർത്താവിന് ഈ രാത്രിയുടെ യാമങ്ങളിൽ ചങ്ങലകൾ പൊട്ടിയതുപോലെ, ബന്ധനങ്ങൾ അഴിഞ്ഞതുപോലെ, കുടുംബത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുന്ന ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെയാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നല്ല വാഹനം തന്നതിന്, നല്ല കുട്ടികളെ തന്നതിന്, അംഗവൈകല്യമില്ലാത്ത കുട്ടികളെ തന്നതിന്. എത്രയോ കുടുംബങ്ങൾ കുട്ടികളുണ്ട്, അംഗവൈകല്യം, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, പറയുമ്പോൾ കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ചെവികൾക്ക് മാന്ദ്യം സംഭവിച്ചവർ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്റെ കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, ദൈവം തന്നിരിക്കുന്ന കുട്ടികൾ കുറവില്ലാത്ത കുട്ടികളാണ്. നമ്മുടെ മക്കൾ കുറവില്ലാത്ത മക്കളാണ്. ദൈവത്തെ അവർക്ക് കാണാൻ കർത്താവ് കണ്ണുകൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും കാഴ്ചയില്ലാത്ത മക്കളുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഇതെല്ലാം ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആത്മിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം.
ആത്മിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷവും കൂടെ ഈ രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ കൂടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെ തന്നെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരും ദൈവത്തെ തള്ളിപ്പറയുന്നവരും രോഗത്തിൽ അടിമപ്പെടുമ്പോൾ വിളിക്കുന്ന ഏക സത്യദൈവമാണ് യേശു. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തെ പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ. ആ യേശുവിനെ ആരാധിക്കാൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന സമയമാണ് യേശുവിലേക്ക് എല്ലാവരും തിരിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന നിലയിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുന്ന ആ നിമിഷമാണ്. ഇന്ന് നീ ഒറ്റയ്ക്കിരുന്ന് രാത്രിയുടെ യാമങ്ങളിൽ ആരാധനയിൽ പങ്കെടുക്കുകയാണോ? നിന്റെ ജീവിത പങ്കാളി പിണങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥയാണോ? നീ ഒറ്റയ്ക്കാണോ ഈ രാത്രിയിൽ ആരാധനിക്കുന്നെങ്കിൽ കർത്താവ് അതിന് ഉത്തരം നൽകും. പ്രിയ സഹോദരങ്ങളെ, ഭവനമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭവനത്തിൽ കിടന്നുറങ്ങുമ്പോൾ, ഞാനൊരു ഭവനമില്ലാത്ത അവസ്ഥയിൽ ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിനക്കൊരു ഭവനം ഒരുക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പൂർണ്ണമായി ദൈവത്തെ സമർപ്പിച്ച്, നമ്മുടെ അവസ്ഥകളെ സമർപ്പിച്ച്, നമ്മുടെ രോഗാവസ്ഥകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ സഭയുടെ സാന്നിധ്യം ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, സഭയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആഗോള സഭ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് എല്ലാ പിതാക്കന്മാരെയും ഈ നിമിഷങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്ന പുരോഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ പുരോഹിതരും കർത്താവേ തൻ്റെ ജനങ്ങളെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാനും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ തക്കവണ്ണം കർത്താവേ അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മലാക്കി 2:7 പറയുന്ന പുരോഹിതർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. കർത്താവേ, അവിടെ അതരത്തിൽ ജ്ഞാനം നിക്ഷേപിച്ചിരിക്കുന്നു. ജനം പ്രബോധനം തേടി അവൻ്റെ അടുക്കൽ ചെല്ലണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. കർത്താവേ, പുരോഹിതരെ നിമിഷങ്ങളിൽ ഈ ആരാധന മധ്യേ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും പാപപരിഹാര ബലിയർപ്പിച്ചുകൊണ്ട് ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം അവരെ വിശ്വാസത്തിലേക്ക് കർത്താവെ കൂട്ടിക്കൊണ്ടുവരുവാൻ കർത്താവെ പുരോഹിതരെ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ യേശുവിനെ ആരാധിക്കുവാനും നന്ദി പറയുവാനും ഈ സമൂഹം ഒന്നിച്ച് അങ്ങയെ ആരാധിക്കുവാൻ കർത്താവെ ഈ ശാലോം ശുശ്രൂഷയാണ് കർത്താവെ അനുഗ്രഹപ്രദം. കർത്താവെ, ശാലോം പ്രേക്ഷിതരെ മുഴുവൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ടീമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് നിറവ് നൽകി കർത്താവെ ലോകമെമ്പാടും വചനം എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാ ശുശ്രൂഷകരെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട്
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് രോഗികളെയും രോഗാവസ്ഥകളും എല്ലാം ദൈവത്തിന് മുമ്പ് സമർപ്പിച്ചുകൊണ്ട് ഏകരക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ പൂർണ്ണമായി നമ്മുടെ രോഗങ്ങളും രോഗാവസ്ഥകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, മത്തായി 8:2 അവൻ അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകൾ മടക്കി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ. തൽക്ഷണം ശരീരത്തിലെ കുഷ്ഠം മാറി മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീർന്നതുപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ അവസ്ഥകളും ദൈവത്തിന് മുമ്പിലേക്കൊന്ന് സമർപ്പിക്കാമോ? നമ്മുടെ അവസ്ഥകളെ സമർപ്പിക്കാമോ? നമ്മൾ ഏത് നിയോഗത്തിലാണോ ഈ രാത്രിയുടെ യാമങ്ങളിൽ ആരാധിക്കുന്നതെങ്കിൽ അത് കർത്താവിൻ്റെ മുമ്പിലേക്കൊന്ന് സമർപ്പിക്കാമോ? ഒത്തിരി മാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആരാധന പങ്കെടുക്കുന്നതെങ്കിൽ, മകളുടെ വിവാഹ തടസ്സം മാറുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ എത്രയോ പുരുഷന്മാർ വന്നെ മകളെ വിവാഹത്തിന് വേണ്ടി കണ്ടു, പക്ഷേ വിവാഹം നടക്കുന്നില്ല. ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ മുമ്പിലേക്ക് നിന്റെ നിയോഗത്തെ ഒന്ന് സമർപ്പിക്കാമോ? യേശുവിൻ്റെ മുമ്പിൽ ആ കുഷ്ഠരോഗി മുമ്പിൽ മുട്ടുമടക്കിയതുപോലെ ദൈവത്തിന് മുമ്പിലേക്ക് നിന്റെ നിയോഗത്തെ സമർപ്പിക്കാമോ? പ്രിയ സഹോദരങ്ങളെ, ഇതാ ഭവനമില്ല, ഓരോ ഭവനത്തിനു വേണ്ടി ദിവസങ്ങളും വർഷങ്ങളുമായി ഞാൻ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങിയിട്ട് അതിന് ഉത്തരം കിട്ടാത്ത ഈ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ കർത്താവ് നമുക്ക് ഉത്തരം തരാൻ പോവുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആ പന്തക്കൂസ അനുഭവം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്നത് പോലെ തീനാമ്പ് പോലെ ഇറങ്ങി വന്നതുപോലെ നമ്മളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുവാൻ അതരം തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കെട്ടുകളും ബന്ധനങ്ങളും തടസ്സങ്ങളും എല്ലാം നമ്മളിന്ന് വിട്ടുമാറട്ടെ. ദൈവത്തിന് കടന്നു വരാൻ തടസ്സമായിരിക്കുന്ന മേഖല കർത്താവിൽ നിന്ന് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും തടസ്സങ്ങളും മാറ്റി തരുവാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തെയും മനസ്സിനെയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും അതരം തുറന്ന് മനസ്സ് തുറന്ന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മത്തായി 9:27 വലിയൊരു നന്ദയാചകന്മാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. അവിടെ വിളിയൊച്ച കേട്ടുകൊണ്ട് കർത്താവ് അവരുടെ അടുത്ത് വന്നതുപോലെ നമുക്കും പ്രിയ സഹോദരങ്ങളെ ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിനെ വിളിക്കണം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കാം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് കർത്താവ് കടന്നു വരുവാനായിട്ട് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ഉള്ള ശുശ്രൂഷകളിൽ വചനപ്രഘോഷണത്തിലൂടെയും ആരാധനയിലൂടെയും ക്രിസ്തുവിൻ്റെ സ്വന്തമാക്കി തീർക്കുവാൻ, ക്രിസ്തുവിനെ എൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ, എൻ്റെ ജീവിത പ്രശ്നത്തിലേക്ക്, എൻ്റെ പ്രതിസന്ധിയിലേക്കെല്ലാം ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഈ നിമിഷം നമുക്ക് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ മക്കളെ, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും നമുക്ക് ഈശോയെ വിളിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചപ്പോൾ അവരുടെ അടുത്ത് വന്ന് അവിടെ നിയോഗങ്ങൾ മനസ്സിലാക്കി ആ കണ്ണുകൾ തുറന്നു കൊടുത്ത കർത്താവ് ഇന്ന് നീ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി ഈശോയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നിൻ്റെ അടുത്ത് കടന്നു വരികയും നിൻ്റെ ആ വിളിയൊച്ച കേട്ടുകൊണ്ട് കർത്താവ് അടുത്ത് വന്നെങ്കിൽ ആ അന്ധയാചകന്മാരുടെ അടുത്ത് വന്നിട്ട് കർത്താവ് അവരെ വെറും കൈയോടുകൂടി വിട്ടില്ല, അവിടെ കണ്ണുകൾ തുറന്നു കൊടുത്തു. അതുപോലെ ഇന്ന് കർത്താവ് നീ വിളിക്കുമ്പോൾ നിൻ്റെ വിളിയൊച്ച കേട്ടുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് കർത്താവ് കടന്നു വരുന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും നിരാശനാകേണ്ട കാര്യമില്ല. കർത്താവ് നിനക്ക് തീർച്ചയായിട്ടും നൽകും. പ്രിയ സഹോദരങ്ങളെ, അതിനുവേണ്ടി ഈശോയോട് നമുക്ക് ചേർന്ന് ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥന അതരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരണം. പ്രിയ സഹോദരങ്ങളെ, ആ ഹൃദയത്തിൽ നിന്ന് വരണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വരണം. അതിന് ആ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആരാധനയിൽ, ഇന്നത്തെ വചനപ്രഘോഷണത്തിൽ ഇന്ന് ദൈവത്തെ ഞാൻ വിളിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഈശോയെ സ്വീകരിക്കുമ്പോൾ യോഗ്യതയോടുകൂടിയാണോ ഈശോയെ ഞാൻ സ്വീകരിച്ചത്? നമുക്ക് ഇന്ന് ഈ രാത്രിയുടെ യാമങ്ങൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം, കുറവുകളുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റണം. അതാണ് ഈ ആരാധനയുടെ ഏറ്റവും വലിയ നിയോഗമായിട്ട് നമ്മൾ വെക്കേണ്ടത്. എന്തെങ്കിലും കുറവ് എനിക്കുണ്ടെങ്കിൽ അത് മാറ്റുവാൻ, എന്തെങ്കിലും കുറവുകൾ ഞാൻ നികത്താനുണ്ടെങ്കിൽ നികത്തുവാൻ, എല്ലാം യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മളെ ഒരുമിച്ച് കൂട്ടിയ സ്വർഗീയ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവിടുത്തെ
ആത്മാവിനെ നമ്മളിലേക്ക് അയച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവിധ തടസ്സങ്ങളും മാറ്റി തന്നതിന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുത്തതിന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ എല്ലാ അവസ്ഥകളും ഏറ്റെടുത്ത സ്വർഗീയ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എൻ്റെ കൂടെ സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനം യോഹന്നാൻ 14:16 പറയുന്നു, ഞാൻ പോയാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഞാനിതാ സഹായകനെ നിങ്ങളിലേക്ക് അയക്കും. ഇതാ സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ ഭവനമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങൾക്ക് കുട്ടികളില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ട് സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളിലേക്ക്, എല്ലാ വ്യക്തികളുടെയും കുടുംബത്തിലേക്ക്, അവിടെ നിയോഗങ്ങളിലേക്ക് തകർച്ചയിൽ നിന്ന് കരം പിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണമുള്ള സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ വാഗ്ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭവനമില്ലാത്തവർക്ക് സഹായിക്കാൻ നീ കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർക്ക് നീ സഹായിക്കുവാൻ സഹായകനായി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നവർ, കർത്താവെ, കടബാധയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നവർ, കർത്താവെ, ആത്മഹത്യ ചിന്ത പോലും ചിന്തിക്കുന്നവർ, പരസഹായം കൂടാതെ എഴുന്നേക്കാൻ കർത്താവെ സാധിക്കാതെ കർത്താവെ കട്ടിലിൽ കിടക്കുന്നവർ, ഐശ്വയിൽ കഴിയുന്നവർ, കർത്താവെ അങ്ങനെ വിധ രോഗത്താൽ അടിമപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവർ, കർത്താവെ, ഭവനത്തിൽ രോഗാവസ്ഥയിൽ കിടക്കുന്നവർ, കർത്താവെ, ഇപ്പോൾ ഈ ആരാധനയോട് ചേർന്ന് ആ കട്ടിലിൽ കിടന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാധിക്കുന്നവർ, കർത്താവെ, അവരിലേക്ക് സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്രതീക്ഷിതമായിട്ട് കർത്താവെ തളർന്നു കിടക്കുന്നവർ കട്ടിലിൽ എഴുന്നേറ്റ് കിടക്കാൻ തക്കവണ്ണം സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗങ്ങളും വൃക്കരോഗങ്ങളും എല്ലാം കർത്താവെ ഈ രാത്രിയുടെ യാമങ്ങളിൽ ആരാധനയോടെ കർത്താവെ സൗഖ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ ആത്മാവിനെ അയക്കണമേ, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.